once again a one-man show from Prithviraj എന്ന് വേണം രണം എന്നുള്ള സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് പറ്റുക. ഫസ്റ്റ് തൊട്ടിട്ട് ലാസ്റ്റ് വരെ പൃഥ്വിരാജ് സ്വന്തം ഷോൾഡറിൽ ഇങ്ങനെ ഏറ്റി കൊണ്ടുപോവാണ്. അമേരിക്കയിലുള്ള ഡ്രഗ് ഡീലിനെ പറ്റിയിട്ടുള്ള ഒരു കഥയാണ്. അതിൽ എങ്ങനെ നായകൻ ഇൻവോൾവ് ആവണു, എന്തിന് നായകൻ ഇൻവോൾവ് ആവണു, അതിൽ നിന്ന് അയാൾ പുറത്തു വരാൻ അനുഭവിക്കുന്ന ഒരു സർവൈവൽ മൂവിയാണ് സത്യം പറഞ്ഞ രണം. VTT അതായത് വെൽവെട്ടി തുരൈ എന്ന് പറയുന്ന ടൊറന്റോ സ്ട്രീറ്റുകളിൽ ലേറ്റ് 90s ഉണ്ടായിരുന്ന ഒരു ഗാങ്സ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ഫിക്ഷനൊക്കെ ചേർത്ത് നിർമ്മൽ സഹദേവ് എഴുതിയ സ്ക്രിപ്റ്റ് ആണ് രണത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ പടത്തിനെ കുറച്ചെങ്കിലുമൊക്കെ നെഗറ്റീവായി ബാധിച്ചിട്ടുള്ള ഒരു കാര്യം. എൻഗേജ് ആവേണ്ട ഭാഗത്തൊന്നും എൻഗേജ് ആവാതെ പോവുകയും പടം ലാസ്റ്റത്തെ ഒരു 15 മിനിറ്റ്സിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അവസാനിക്കുകയും ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഏറ്റവും എവിഡൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജ് എന്നുള്ള ആക്ടറിന് ആ ഹോളിവുഡ് പ്രോ ലെവൽ ആ ഒരു ഫിലിം മേക്കിങ്ങിനോടുള്ള ഒരു അഭിനിവേശം, അങ്ങനത്തെ ഒരു ക്രേസ് ഭയങ്കര എവിഡൻ്റ് ആണ് സിനിമയിൽ. എനിക്ക് തോന്നുന്നു ആ ഒരു അട്രാക്ഷൻ ഫാക്ടർ ഉള്ള കാരണമായിരിക്കും ഒരു പക്ഷേ പൃഥ്വിരാജ് രണം ടേക്കപ്പ് ചെയ്യാനുള്ള വൺ ഓഫ് ദ റീസൺസ്. ജിമ്മി ടെൻസിങ്ങിന്റെ ആ ഒരു വിഷ്വൽസിന് ഹാറ്റ്സ് ഓഫ് പറഞ്ഞേ പറ്റുള്ളൂ. നമ്മുടെ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു മൈൻഡിൽ നമുക്ക് വരുന്ന ഒരു ടൈപ്പ് ഓഫ് കളർ ടോൺ ഉണ്ട്. അത് പടത്തിൽ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു 75% ഓഫ് ദ മൂവി വേറൊരു കളർ ടോണിലും ക്ലൈമാക്സിനോട് അടുപ്പിച്ച് സിനിമയുടെ ടോണും സിനിമയുടെ പേസും ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. പടത്തിന്റെ മ്യൂസിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ജെയ്ക്സ് ബിജോയ് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പടത്തിന്റെ ഒപ്പം ത്രൂ ഔട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ചില ക്യാരക്ടേഴ്സിന്റെ സൗണ്ടിൽ ഭയങ്കരമായിട്ട് സിങ്കിന്റെ പ്രോബ്ലം ഫീൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി പൃഥ്വിരാജിന്റെ അനിയന്റെ കൂട്ടുകാരായിട്ട് 2-3 പേര് അഭിനയിക്കുന്നുണ്ട്. അവരുടെ ഡബിങ് ഭയങ്കര തീരെ സിങ്ക് ഔട്ട് ആയിട്ട് തോന്നിപ്പോയി. പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന്റെ പെർഫോമൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അധികം അട്രാക്ട് ചെയ്യുന്നത് റഹ്മാന്റെ ക്യാരക്ടർ തന്നെയായിരിക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിൽ റഹ്മാൻ അത്രയും പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് ഇല്ല, സ്ക്രീൻ സ്പേസ് ഇല്ല. രണം യൂഷ്വൽ ആയിട്ടുള്ള ഒരു കഥ തന്നെയാണ്. പക്ഷേ സ്ക്രിപ്റ്റിൽ കുറച്ചുകൂടി ഇംപ്രവൈസേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ, സ്ക്രിപ്റ്റിന് കുറച്ചുകൂടി ലേയേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ക്യാരക്ടറിന് കുറച്ചുകൂടി ഡെപ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലിൽ വർക്കൗട്ട് ആവേണ്ടിയിരുന്ന ഒരു സിനിമയാണ് രണം. എല്ലാവർക്കും നമസ്കാരം. ഇതേമാരത്തെ വീഡിയോസ് ഇനി ചറ പറ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലായിട്ടുള്ള റിവ്യൂ ഫാക്ടറിയിൽ വരാനായിട്ട് പോകണം. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് ഉത്സാഹിച്ചിട്ട് ആ സൈഡിലേക്ക് എടുക്കണം സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങോട്ട് അമർത്തിയിട്ട് ആ ബെല്ലൈക്കൺ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യണ ഒരു ഉപകാരം മൊത്തത്തിൽ ഞങ്ങൾക്കൊരു പലഹാരം. And for more videos, subscribe to Review Factory.